ഒമേഗ എ ജെ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോഡിനോട് അടുപ്പിച്ച് വരുന്ന ഒരു വീടിൻ്റെ ദൃശ്യമാണ്. ഫ്രണ്ട് ഗേറ്റാണ്, സ്ലൈഡിങ് ഗേറ്റാണ്. ഇവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റിയ വലിയ സ്പേസ് തന്നെ ഉണ്ട്. ഇപ്പം നിറയെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. നല്ല കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടും കൂടിയാണ്. നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ കാണാം. രണ്ട് സൈഡിനും നമുക്ക് റോഡാണ് വരുന്നത്. ഫ്രണ്ടിലും നല്ല വീതിയുള്ളൊരു റോഡാണ്. നമുക്കിവിടെ കാർ പോർച്ചുണ്ട്. പടിഞ്ഞാറേക്കാണ് സ്പേസ് ഫേസ് വരുന്നത്. തുണി തിരുമുന്ന കല്ലുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ട്, നമുക്കത് കാണാം. ഓപ്പൺ വെല്ലാണ്. വർക്ക് ഏരിയ ആണ്. ഉള്ളിൽ നിന്ന് വന്നൊക്കെ നോക്കാം. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ പറഞ്ഞത്. പടിഞ്ഞാറേക്കാണ് ദർശനം. മണിച്ചിത്രത്താഴിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. കാർ പോർച്ചിലൊരു വണ്ടി ഇടാം. അതുകൂടാതെ ഇവിടെ നിറയെ സ്പേസ് ഉണ്ട്. മൂന്ന് വണ്ടികൾ ഇടാൻ പറ്റിയ സ്പേസ് ഉണ്ട്. ആ കിണറിൻ്റെ പോർഷൻ ഇവിടെ ആ ഭാഗത്തേക്കും കയറ്റി നിർത്താം. അപ്പം നമുക്ക് ഹാളിലേക്ക് വന്ന് നമുക്കിവിടെ നമുക്ക് നല്ല തേക്കിൻ്റെ കാതലുള്ളൊരു ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി ഈ ഫ്രണ്ടേജിൽ വന്നിട്ട് നമുക്ക് ഇതിൽ ടി വിയുടെ യൂണിറ്റിൻ്റെ ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ടി വി വെക്കാൻ പറ്റുന്ന രീതിയിൽ. അതേമാതിരി സോഫ സീറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. ഫാൻസി ലൈറ്റ് എല്ലാ മുകളിൽ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കത്തിയിട്ടില്ല. അതേമാതിരി ഇതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് എന്തെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ റൂമൊക്കെ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടിയിൽ ഇൻവെർട്ടറുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ ആണ്. ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണിൽ നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നല്ലൊരു മോഡലാണ് ചെയ്തേക്കുന്നത്. യൂറോപ്യൻ മോഡൽ സ്റ്റൈലിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഫാൻസി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബെഡ്റൂമാണ്. ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിങ് ടേബിള് കാര്യങ്ങൾ, ഡ്രസ്സിങ് ചെയ്യാനുള്ള വാർഡ്രോബ്, കിങ് സൈസ് ബെഡുണ്ട്. നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ ആർട്ട് വർക്കൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇതിൽ ബെഡിനോട് ചേർന്നിട്ട് രണ്ട് സൈഡിലും നമുക്ക് ഫ്ലവർ വൈസോ അല്ലെങ്കിൽ അതിൽ അടിയിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഗീസറുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ്. മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. ഇവിടെ നമുക്ക് നല്ല വലുപ്പമുള്ള ഒരു റൂം തന്നെയാണ്. ഇവിടെ അലമാര, ചുമര അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല ഹ്യൂജ് ടൈപ്പ് ഒരു ബാത്റൂമാണ്. എക്സോസ് ഫാന് കാര്യങ്ങളൊക്കെ വിറ്റിയുണ്ട്. നമുക്ക് ഗീസറിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് ഡ്രസ്സിങ് ടേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ നമുക്ക് അടുക്കള പോർഷനാണ്. നമുക്ക് മോഡുലർ കിച്ചണോടുണ്ട്. ഇതിൽ നമുക്ക്
സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴക്കിണറും ഉണ്ട്. വേണ്ട, കുഴക്കിണറിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിങ്ക്, ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഉള്ള വിശേഷത്തിലേക്ക് പോവാം. മുകളിൽ നിന്ന് താഴത്തേക്കുള്ളൊരു വ്യൂ ആണ്. മുകളിലത്തെ വ്യൂ. ഈ ഫർണിച്ചറൊക്കെ കൂടെ കൊണ്ടിട്ടുണ്ട്. ഫർണിച്ചർ വേണമെങ്കിൽ ഫർണിച്ചർ ഉൾപ്പെടെ തരും. നമുക്കിത് ഇതിൽ നിന്ന് ഇങ്ങനൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വാടകയ്ക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിനിവിടെ നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. താഴത്തെ കിണറിൻ്റെ ഭാഗത്ത് കൂടി ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അലമാരയുണ്ട്. അതേമാതിരി ഇവിടെ നല്ല ഹ്യൂജ് റൂമാണ്. ഇവിടെ ബാത്റൂം. അടുത്ത ലാസ്റ്റ് റൂമിലേക്കാണ്, 4th റൂമിലേക്കാണ്. ഇതിൽ നല്ലൊരു സീനറി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിങ് സൈസിൻ്റെ ബെഡ് കാര്യങ്ങളുണ്ട്. വാർഡ്രോബ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ലൊരു ടോയ്ലറ്റ്, ബാത്റൂം ഉള്ളിൽ ഗ്ലാസ് ഇട്ടിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഓണറുടെ അടുത്തും കൂടെ ചോദിച്ചിട്ട് സംസാരിക്കാം. നമുക്കിവിടെ ബാൽക്കണിയുടെ ഒരു പോർഷനാണ്. നമുക്കിവിടെ അതാ അടിപൊളിയായിട്ട് ഒരു ബാൽക്കണിയാണ്. അവിടെ ചെടിയൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഇതേമാതിരി താമസമുള്ളതാണ്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴത്തെ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്ന് ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലും നമുക്ക് റോഡാണ്. ബാക്കി നമ്മളെ കാര്യങ്ങൾ ഓണറായിട്ട് സംസാരിക്കാം. അപ്പോൾ ഓണറുടെ അടുത്ത് അതിൻ്റെ വിലയും കാര്യങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ ഓണർ പറയുന്നതായിരിക്കും. ഞാൻ ഫേസ് കാണിക്കുന്നില്ല. സാറേ പറഞ്ഞോളൂ. ഞാനാണ് ഓണർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഓണറുടെ ഫാദറാണ്. ഓണേഴ്സ് ഇപ്പോൾ ലണ്ടനിലാണ്. പറഞ്ഞിട്ട് വിലയും കാര്യങ്ങളും അവർക്ക് എന്തായാലും ഈ വീട് ലണ്ടനിൽ മറ്റൊരു വീട് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ വീട് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിത് കൊടുക്കാം. 80 ലക്ഷം റുപ്യ ചുരുങ്ങിയത് കിട്ടണം. ഇനി എന്തെങ്കിലും ചെറിയ വില നീക്കി വെക്കുകയാണെങ്കിൽ അത് ചെയ്യാം. അതിന് തയ്യാറുമാണ്. ഓക്കെ. ഓണർ ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക.